ഈ ലിസ്റ്റിനെ നഗരസഭ കൗൺസിലിൽ കൊണ്ടുവച്ച് കൗൺസിലിൻ്റെ പരമാധികാരത്തെ വളച്ചൊടിച്ചുകൊണ്ട് തിരിമറികൾ നടത്തി 5 or 4 പ്രാവശ്യം അതിൽ ഗുണഭോക്താക്കളെ മാറ്റിയാണ് ഇപ്പോഴും ഇത് കൊണ്ടുപോയിക്കൊണ്ട്. ഇനിയും ഈ അടുത്ത ഘട്ടം വരുമ്പോഴും ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർക്കും ഫ്ലാറ്റ് കൊടുക്കും, പഴയ ആൾക്കാർ പിന്തള്ളപ്പെടും. അപ്പോൾ അവർ നിരവധി പരാതികളുമായി നഗരസഭയിൽ പോകും. ഇതാണ് ഈ 2008 മുതൽ 10 മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വീട് കിട്ടാത്തതിനുള്ള കാരണം ഇതാണ്. അവർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവരെ പരിഗണിച്ചിട്ടാണ് മറ്റവരെ പരിഗണിക്കേണ്ടത്. അപ്പം മറ്റവരെ എങ്ങനെ പരിഗണിക്കുന്നുണ്ട് അതിൽ സ്വജനപക്ഷപാതവും സാമ്പത്തികമായിരിക്കും ആണ്. പക്ഷേ ഈ വാങ്ങിയവർ, സ്വാധീനിച്ച് വാങ്ങിയവർ ഈ ഫ്ലാറ്റുകളിൽ നിന്ന് കൈമറിച്ചിരിക്കുകയാണ് പലരും. ഇത്രയധികം നോർത്ത് ഇന്ത്യക്കാർ ഇവിടെ വന്നുവെങ്കിൽ ഈ ഫ്ലാറ്റുകൾ ആരുടെയാണ്? ഇത് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ ഫ്ലാറ്റുകൾ തിരിച്ചു പിടിച്ച് ഇവിടെ ഇന്നും ഈ AY പദ്ധതിയിൽ ഉൾപ്പെട്ട ഒത്തിരി പേരുണ്ട്, അവർക്ക് ഈ ഫ്ലാറ്റുകൾ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ താമസിക്കുന്നവരെ എന്ന് തിരിച്ച് അവരുടെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുത്ത് പോകുമെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ്. അതുവരെ ഈ ഒറ്റ മുറിയിൽ ഇവർ ഇവിടെ കിടക്കണം. ഇതിൻ്റെ കറണ്ട് ബില്ലെന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഹാളാകുമ്പോൾ കമേഴ്ഷ്യൽ പർപ്പസാണ്. ആ താരിഫ് ഇവരടയ്ക്കണം.